ഭഗവാൻ ശ്രീകൃഷ്ണനെയും ശ്രീകൃഷ്ണ ജയന്തിയെയും അവഹേളിക്കാൻ സഖാവിന്റെ ആസൂത്രിത ശ്രമം. ബാറിൽ ഓടക്കുഴൽ കൊണ്ടുവച്ച് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുകയാണ് CPM പ്രവർത്തകൻ. ഓടക്കുഴൽ മറന്നുവെച്ചിട്ടുണ്ട്, കണ്ണന് ബോധം തെളിയുമ്പോൾ വന്നെടുക്കാൻ അറിയിക്കുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം പ്രചരിപ്പിച്ചത്. സംഭവത്തിൽ CPM പ്രവർത്തകൻ ശരത് വട്ടപ്പൊയിലിനെതിരെ കേസെടുത്തു. മിഥുൻ പിള്ള ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, തികച്ചും ആസൂത്രിതമായ ഒരു നീക്കം. ശ്രീകൃഷ്ണനെയും ശ്രീകൃഷ്ണ ജയന്തിയെയും അവഹേളിക്കുന്നതിനായി സഖാവ് CPM നേതാവ് കൃത്യമായി ബാറിൽ ഒരു ഓടക്കുഴൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു. പിന്നീട് അതിൻ്റെ ചിത്രമെടുക്കുന്നു, ആ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. അങ്ങേയറ്റം മോശമായ പരാമർശത്തോടുകൂടി. എന്തായാലും നിലവിലിപ്പോൾ കേസെടുത്തിട്ടുണ്ടല്ലോ അല്ലേ? രോഹിണി, നമുക്കറിയാം ശ്രീകൃഷ്ണ ജയന്തിയോട് CPMനുള്ള വിരോധം മുൻകാലങ്ങളിൽ തന്നെ അറിയുന്നതാണ്. കാരണം ജില്ലയിൽ നമുക്കറിയാം സംസ്ഥാനത്ത് ആദ്യമായി ഒരു ബദൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര അല്ലെങ്കിൽ ആഘോഷം CPM കൊണ്ടുവന്ന ജില്ലയാണ് കണ്ണൂർ. അത്തരത്തിൽ ഈ ശ്രീകൃഷ്ണ ജയന്തിയോടും ശ്രീകൃഷ്ണനോടും എന്താണ് CPMകാർക്ക് ഇത്ര വിരോധം എന്ന് മാത്രം മനസ്സിലാകുന്നില്ല എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞ അന്നേ ദിവസം വൈകുന്നേരം ഈ മുഴക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു ബാറിൽ ഓടക്കുഴൽ കൊണ്ടുവച്ച് മദ്യക്കുപ്പികളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുത്ത് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ് CPMകാരൻ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ പറയുന്നത് ഓടക്കുഴൽ മറന്നു വെച്ചിട്ടുണ്ട്, കണ്ണന് ബോധം തെളിയുമ്പോൾ വന്നെടുക്കാൻ അറിയിക്കുക എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ഈ ചിത്രങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും അടക്കം വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട പ്രാദേശിക BJP RSS പ്രവർത്തകർ ഇതിനെ സംബന്ധിച്ച് മുഴക്കുന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് മുഴക്കുന്ന് പോലീസ് ഈ ദൃശ്യങ്ങൾ പ്രചരിച്ച ബാറിലെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചതിന് ശേഷമാണ് CPM പ്രവർത്തകനായ ശരത് വട്ടപ്പൊയിലിനെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇരു വിഭാഗങ്ങൾ, അതായത് RSS BJP പ്രവർത്തകരും CPM പ്രവർത്തകരും ഒരു പൊതുസമൂഹത്തിലൊരു വിദ്വേഷം ഉണ്ടാക്കി ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ CPM പ്രവർത്തകൻ നടത്തിയെന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു കേസ് മുഴക്കുന്ന് പോലീസ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആ FIRലെ വാചകങ്ങൾ ഒന്ന് കൃത്യമായി വായിക്കേണ്ടതുണ്ട്. കാരണം CPM പ്രവർത്തകനായ പ്രതി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ കഴിഞ്ഞ സമയം ഇരു വിഭാഗങ്ങളും തമ്മിൽ സംഘർഷവും കലാപവും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ബാറിൽ മദ്യക്കുപ്പികൾ അടുക്കി വെച്ച അലമാരയുടെ മുൻഭാഗം ടേബിളിൽ ഓടക്കുഴൽ വെച്ച് ഫോണിൽ ഫോട്ടോ എടുത്ത് ഒരു ഓടക്കുഴൽ മറന്നു വെച്ചിട്ടുണ്ട്, കണ്ണന് ബോധം തെളിയുമ്പോൾ അത് എടുക്കാൻ അറിയിക്കുക എന്നും മറ്റും അടിക്കുറിപ്പോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നാണ് കൃത്യമായി FIRൽ തന്നെ പറയുന്നത്. അതായത് നമുക്കറിയാം CPM പ്രവർത്തകർ എന്തുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നു എന്നുള്ളത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര കടന്നു പോകുന്ന സമയത്ത് കണ്ണൂർ ചിറ്റാരിപ്പറമ്പിൽ CPM പ്രവർത്തകർ സംഘം ചേർന്ന് നിന്ന് അവിടെ മണ്ണന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ ഗോപിക നൃത്തം നടക്കുന്ന അതേ സമയത്ത് ആളുകളെ പരസ്യമായി ചീത്ത വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും അധിക്ഷേപിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ബാലഗോകുലത്തിന്റെ പ്രവർത്തകരെ അടക്കം കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അവിടെ RSS നിരോധിത മേഖല എന്ന് പറഞ്ഞ വലിയ ഫ്ലെക്സ് ബോർഡൊക്കെ അടിച്ചു വെച്ചുകൊണ്ടാണ് CPM ഇത്തരം ഒരു പ്രഹസനം അവിടെ ചെയ്തത്. എന്നാൽ അതിനൊന്നും കാര്യമായി എടുക്കാതെ കൃത്യമായി ശോഭായാത്രകളുമായി ബാലഗോകുലം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ മുഴക്കുന്ന് എന്ന് പറയുന്ന CPM ശക്തി കേന്ദ്രമായ ഈ ഒരു പ്രദേശത്ത് അവിടെ ഒരു CPM പ്രവർത്തകൻ ബാറിൽ കൊണ്ടുപോയി ഓടക്കുഴൽ വെച്ചുകൊണ്ട് ശ്രീകൃഷ്ണനെ അവഹേളിക്കുന്ന തരത്തിലേക്ക് ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുകയാണ് എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ വലിയ വിമർശനങ്ങളും CPMന്റെ ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. രോഹിണി, അതുമാത്രമല്ല മിഥുൻ, നമുക്കറിയാം ഹിന്ദു വിശ്വാസത്തെയും സംസ്കാരത്തെയും ഒക്കെ അവഹേളിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഒരു നയവും നിലപാടുമാണ് എക്കാലത്തും CPM വച്ചു പുലർത്തി പോരുന്നത്. ഒരു പ്രദേശമാകെ അല്ലെങ്കിൽ ഒരു ദേശമാകെ ആഘോഷിക്കുകയാണ് ശ്രീകൃഷ്ണ ജയന്തി അവരവരുടേതായ രീതിയിൽ വളരെ സമാധാനപരമായിട്ട്. രാജ്യം മുഴുവൻ അത്തരത്തിൽ ശ്രീകൃഷ്ണനെയും ശ്രീകൃഷ്ണ ജയന്തിയെയും ഒക്കെ കൊണ്ടാടുമ്പോൾ തികച്ചും ആസൂത്രിതമായി ഓടക്കുഴൽ ബാറിൽ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് മദ്യക്കുപ്പികളുടെ പശ്ചാത്തലത്തിൽ ഒരു ഫോട്ടോ എടുക്കുക, തുടർന്നത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക. ഇവർ ഒരുപക്ഷെ നമ്മൾ എടുത്തു പറയേണ്ടത് മറ്റേതെങ്കിലും മതസ്ഥരുടെ കാര്യത്തിൽ ഇവർ ഒരു ചെറുവിരൽ പോലും അനക്കില്ല. ആ രീതിയിലേക്ക് ഇവർ ഒതുങ്ങി അല്ലെങ്കിൽ പ്രീണന നയം കാണിക്കുന്ന CPM പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഹിന്ദുത്വ ആചാരങ്ങളെയും ഹിന്ദുക്കളെയും അവഹേളിക്കാനുള്ള ബോധപൂർവമായ ശ്രമം എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ?
തീർച്ചയായും രോഹിണി, ഈ ഒരു വിഭാഗത്തോട് മാത്രം എന്താണ് CPM പ്രവർത്തകർക്ക് അല്ലെങ്കിൽ CPMകാർക്ക് ഇത്ര വിരോധം എന്ന് മാത്രമാണ് ഇനിയും മനസ്സിലാകാത്തത്. കാരണം നിരന്തരം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, നിരന്തരം ഇത്തരം ഒരു രീതിയിലുള്ള പ്രവർത്തനം തുടരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇതിപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയെ അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ അവഹേളിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസങ്ങളെ കൂടിയാണ് CPMകാർ അവഹേളിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ തന്നെ നിരവധി ഉദാഹരണങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട്. നേരത്തെ ശ്രീനാരായണ ഗുരുവിനെ സാംസ്കാരിക ഘോഷയാത്ര എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കഴുത്തിൽ കയറിട്ട് നടത്തിയ ഒരു സംഭവം കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളും ഇതുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളെയൊക്കെ തന്നെ നിരന്തരം അവഹേളിക്കുകയും പൊതുസമൂഹത്തിന് മുന്നിൽ വികൃതമായി അല്ലെങ്കിൽ വികലമായി അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് CPM എക്കാലത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ തന്നെ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ക്ഷേത്ര ഉത്സവ സമയത്ത് ക്ഷേത്രത്തിൻ്റെ വളപ്പിനുള്ളിൽ CPMൻ്റെ കൊടിയും ചെഗുവേരയുടെ ചിത്രം പതിച്ച കൊടിയും ഒക്കെ വീശിക്കൊണ്ട് ക്ഷേത്രവിശ്വാസത്തെ അടക്കം ഇവർ അവഹേളിക്കുന്നൊരു നിലപാടുണ്ടായിട്ടുണ്ട്. ക്ഷേത്രോത്സവത്തിൽ എത്തിയ BJP RSS പ്രവർത്തകരെ അവർ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അവരെ തടഞ്ഞു നിർത്തി ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ കണ്ണൂർ ജില്ലയിൽ ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. കാരണം ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തിയെ അവഹേളിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. നേരത്തെയും ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിലേക്ക് അല്ലെങ്കിൽ ശോഭായാത്രയിലേക്ക് ആളുകൾ വലിയ തോതിൽ വന്നു തുടങ്ങിയത്, ബഹുജന പങ്കാളിത്തം വലിയ തോതിൽ വർദ്ധിച്ചു തുടങ്ങിയതിൽ വിറളി പൂണ്ടുകൊണ്ട് CPMൻ്റെ നേതാവായ P ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഒരു ബദൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര കണ്ണൂർ ജില്ലയിൽ അവർ സംഘടിപ്പിച്ചിരുന്നു. അതിലും ഇത് തീർത്തും നമുക്കറിയാം, വിശ്വാസപരമായി ചേർന്ന് നിൽക്കുന്ന ഒരു ശ്രീകൃഷ്ണ ജയന്തിയെ അത് വീണ്ടും ഒരു മതേതരത്തെ ശ്രീകൃഷ്ണ ജയന്തിയായി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് CPM അന്ന് നടത്തിയത്. എന്തിനാണ് ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസങ്ങളിൽ മാത്രം കടന്നു കയറിക്കൊണ്ട് ഇത്തരത്തിൽ അവഹേളനങ്ങൾ CPM പ്രവർത്തകരും നേതൃത്വവും തുടരുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാകാൻ സാധിക്കാത്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുഴക്കുന്ന് പോലീസ് ഇപ്പോൾ ഈ CPM പ്രവർത്തകനായ ശരത്ത് വട്ടപ്പൊയിൽ എന്ന വ്യക്തിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കാരണം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പോസ്റ്റ് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു. പല ആളുകളും, പല CPM പ്രവർത്തകരും ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിച്ചു. ഇത് കണ്ടൊരു RSS പ്രവർത്തകനായി സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തത്. ആ പരാതി അന്വേഷിച്ച് ഒടുവിൽ എത്തിച്ചേർന്നത് ഈ CPM പ്രവർത്തകനായ ശരത്ത് വട്ടപ്പൊയിലെതിരെയാണ്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം തുടരുകയാണ് എന്നാണ് മുഴക്കുന്ന് പോലീസ് വ്യക്തമാക്കുന്നത്. രോഹിണി.